കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. നിങ്ങൾ ഇതുപോലെ നല്ല ഒരു തീരുമാനമെടുത്തതിൽ ഞാൻ നിങ്ങളെ അഭിനന്ദിക്കുന്നു. കാരണം നമ്മുടെ പല സഭകളിലും കാണാത്ത ഒരു കാഴ്ചയാണ് ഇവിടെ കാണാൻ കഴിഞ്ഞത്. ഇത് അവസാനത്തോളം ഈ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാൻ ഞാൻ വളരെ ആത്മാർത്ഥമായി നിങ്ങളെ ഓർപ്പിക്കുന്നു. ഇതൊരു രസം നിറഞ്ഞ ക്ലാസ് ആയിരിക്കില്ല. നിങ്ങൾക്കറിയാം, നമ്മൾ പഠിക്കുന്നത് ദൈവവചനമാണ്. അതുകൊണ്ട് തന്നെ ദൈവവചനത്തിന്റെ പഠനം ഒരു മറ്റ് കഥ പറയുന്നത് പോലെയോ മറ്റ് ആശയങ്ങളെ പങ്കുവെക്കുന്നത് പോലെയോ ഒന്നും അല്ല. ഇതിനോട് വലിയ ആത്മാർത്ഥത പുലർത്താൻ ഞാൻ ഹൃദയംഗമായി നിങ്ങളോട് ആവശ്യപ്പെടുന്നു. ഒന്ന് രണ്ട് ചെറിയ നിർദ്ദേശങ്ങൾ എനിക്കുണ്ട്. കഴിയുമെങ്കിൽ എല്ലാവരും റെഗുലറായി ഇതിൽ അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. 2, ഞാൻ ഈ പഠിപ്പിക്കുന്നത് കേട്ടുപോകാനാണെങ്കിൽ അത് നിങ്ങൾക്ക് പ്രയോജനം വരികയെന്ന് എനിക്ക് 100% അറിയാം. മനസ്സിലാക്കാനാണെങ്കിൽ നിങ്ങൾ ദയവായി ഒന്ന് നോട്ട് ഡൗൺ ചെയ്യണം എന്നുകൂടെ ഞാൻ ആവശ്യപ്പെടുന്നു. എല്ലാ കാര്യങ്ങളുമല്ല, പ്രധാനപ്പെട്ട കാര്യങ്ങൾ. കാരണം ഇത് പ്രസംഗമായിട്ട് പോകാനല്ല ഞാൻ ആഗ്രഹിക്കുന്നത്, ഇതൊരു ക്ലാസ് ആയിട്ട് പോകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അത് സ്നേഹത്തോടെ നിങ്ങൾ ഓർപ്പിക്കുന്നു. നിങ്ങൾക്ക് ഏതെങ്കിലും ക്ലാരിഫിക്കേഷൻ ക്ലാസ്സുകളുടെ ബന്ധത്തിലുണ്ട് എങ്കിൽ നിങ്ങൾക്കത് ചോദിക്കാം. ഞാനത് പറഞ്ഞു തന്ന് മുമ്പോട്ട് പോകാം. എന്നെ ഒന്ന് പരിചയപ്പെടുത്തുന്നു. നിങ്ങളുടെ ശുശ്രൂഷകൻ എന്നെ വളരെ വിശാലമായി പരിചയപ്പെടുത്തി. എങ്കിൽ ഞാൻ എന്നെ 1-2 വാക്കിൽ പരിചയപ്പെടുത്താം. അറിവിൽ പരിമിതിയുള്ള ഒരാളാണ് ഞാൻ. പക്ഷെ ആഗ്രഹങ്ങളിൽ വലിയ പരിമിതിയില്ല. ദൈവ രാജ്യത്തിന് വേണ്ടി നിൽക്കാനും എന്തെങ്കിലുമൊക്കെ ചെയ്യാനുമുള്ള ഒരാഗ്രഹം എനിക്കുണ്ട്. ഞാനൊരു തികഞ്ഞ സ്കോളർ അല്ല. ഞാൻ വേദപുസ്തകത്തെ ചെറുതായി സമീപിച്ചു തുടങ്ങുന്ന ഒരാളാണ്. അപ്പം വലിയൊരു പണ്ഡിതന്റെ മുമ്പിലൊന്നും അല്ല നിങ്ങൾ ഇരിക്കുന്നത് എന്ന് ഞാൻ സ്നേഹത്തോടെ നിങ്ങൾ ഓർപ്പിക്കുന്നു. ഞാൻ ഈ പറയുന്ന 2 കാര്യങ്ങൾ ശ്രദ്ധിക്കുക. പഠനത്തിൽ ഒന്നാമത്തേത് അറിയാത്ത കാര്യങ്ങളെ മനസ്സിലാക്കുക എന്നതാണ്. അത് പഠനത്തിന്റെ ആദ്യത്തെ ഒരു ഭാഗമാണ്. അറിയാത്ത കാര്യങ്ങളെ മനസ്സിലാക്കുക എന്നത് പഠന പ്രക്രിയയുടെ ആദ്യത്തെ ഭാഗമാണ്. 2, തെറ്റായി പഠിച്ചതിനെ തിരുത്തുന്നതും പഠന പ്രക്രിയയുടെ ഭാഗമാണ്. ഞാൻ ഒന്നുകൂടെ പറയാം. അറിയാത്ത കാര്യങ്ങളെ പഠിക്കുക എന്നത് പഠനത്തിന്റെ ആദ്യ ഭാഗമാണെങ്കിൽ തെറ്റായി പഠിച്ചതിനെ തിരുത്തുക എന്നതുകൂടെ പഠനത്തിന്റെ ഭാഗമാണ്. പലപ്പോഴും നമ്മളൊക്കെ അക്ഷരം പഠിച്ചപ്പോൾ തെറ്റായി എഴുതി തുടങ്ങിയ അക്ഷരങ്ങളുണ്ടായിരുന്നു, അല്ലേ? നമ്മൾ അതാണ് ശരിയെന്ന് വെച്ചാ നമ്മൾ എഴുതിയത്. പക്ഷെ ടീച്ചേഴ്സ് നോക്കിയപ്പോഴാണ് അത് തെറ്റാന്ന് മനസ്സിലായത്. അപ്പൊ ഞാൻ എഴുതിയതുപോലെ എഴുതൂ എന്ന് നമ്മൾ ശാഠ്യം പിടിച്ചില്ല. എഴുതേണ്ടതുപോലെ എഴുതാൻ നമ്മൾ താല്പര്യപ്പെട്ടു, അല്ലേ? എഴുതിയതുപോലെ എഴുതൂ എന്ന് നമ്മൾ ശാഠ്യം പിടിച്ചില്ല. എഴുതേണ്ടതുപോലെ എഴുതാൻ നമ്മൾ താല്പര്യപ്പെട്ടു. അതുകൊണ്ടാണ് നമ്മുടെ അക്ഷരങ്ങൾ A-B-യും B-യും C-യും ഇങ്ങനെ ആൽഫബറ്റിക് ഓർഡറിലുള്ള അക്ഷരങ്ങൾ നാം പഠിക്കാൻ കാരണം. ഈ ആത്മീയതയെക്കുറിച്ചുള്ള പല അറിവുകളും വേദപുസ്തകപ്രകാരം ശരിയാണോ എന്നത് നമ്മളൊന്ന് ചോദന ചെയ്യുമ്പോൾ എവിടെയെങ്കിലും തിരുത്താനുണ്ടെങ്കിൽ അതിനെ തിരുത്താൻ കൂടെ ഈ ക്ലാസ് ഉപകരിക്കണം. ഇപ്പൊ ഞാൻ പറഞ്ഞ ആശയം ഒന്നുകൂടെ പറയാം. അറിയാത്തതിനെ അറിയാനും 2, തെറ്റായി പഠിച്ചതിനെ തിരുത്താനുമുള്ള ഒരു അവസരമാണ് നമ്മുടെ പഠനവേദി. അത് 2 ഉണ്ടാവണം. ഓക്കെ, ഞാൻ ഇന്നൊരു ആമുഖ ക്ലാസ്സിലേക്കാണ് നിങ്ങളെ ക്ഷണിക്കുന്നത്. ഒരു ചോദ്യം ചോദിച്ചുകൊണ്ട് തുടങ്ങാം. എന്തുകൊണ്ടിനു വേണ്ടിയാണ് നമ്മൾ ദൈവത്തിന്റെ വചനം പഠിക്കേണ്ടത്? അഥവാ എന്തുകൊണ്ടാണ് നമ്മൾ ദൈവത്തിന്റെ വചനം പഠിക്കേണ്ടത്? വൈ ഷുഡ് വി ലേൺ സ്ക്രിപ്ചർ? ഈ ചോദ്യം നമുക്ക് നമ്മോട് ചോദിക്കുക, എന്തിനാണ് നമ്മൾ ദൈവത്തിന്റെ വചനം പഠിക്കുന്നത്? ഞാൻ അതിന് ഒരു 5 ഉത്തരങ്ങൾ വേദപുസ്തകത്തിൽ നിന്ന് നമുക്കൊന്നിച്ച് ചിന്തിച്ചിട്ട്, ഇതൊരു ആമുഖ ക്ലാസ് ആയതുകൊണ്ട് ഈ പഠനത്തിലേക്ക് നമ്മൾ വരുന്നതിന് മുമ്പ് എന്തുകൊണ്ടാണ് പഠിക്കേണ്ടത് എന്ന് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ശ്രമിക്കുകയാണ്. എന്തുകൊണ്ടാണ് ദൈവനം പഠിക്കേണ്ടത്? മതവിദ്യാഭ്യാസം നിർബന്ധമാണെന്ന് ശഠിക്കുന്ന മതങ്ങൾ ലോകത്തുണ്ട്. പക്ഷേ ദൈവവചന പഠനം മതവിദ്യാഭ്യാസത്തിന് തുല്യമല്ല കേട്ടോ. ദൈവവചന പഠനം മതവിദ്യാഭ്യാസമല്ല. ദൈവവചന പഠനം ദൈവം നമുക്ക് തന്നിരിക്കുന്ന ദൈവവചനത്തെക്കുറിച്ചുള്ള അറിവ് നമ്മളിൽ ഉണ്ടാകുകയും ദൈവം ഇച്ഛിക്കുന്നത് പോലെ ഒരു ജീവിതം ചെയ്യാൻ നാം പ്രാപ്തരാകുകയും ചെയ്യേണ്ടതിനാണ് നാം ദൈവത്തിന്റെ വചനം പഠിക്കുന്നത്. നമുക്കതിനെ വിശാലമായി കുറച്ചുകൂടെ മനസ്സിലാക്കാൻ ശ്രമിക്കാം. അപ്പം എന്തുകൊണ്ട് നാം ദൈവത്തിന്റെ വചനം പഠിക്കണം? 5 ഉത്തരം ഞാൻ തിരുവെഴുത്തിൽ നിന്ന്
നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നു. ഈ നോട്ട്, ഈ പോയിന്റ് ഒക്കെ ഒന്ന് എഴുതി വെക്കണം എന്നുകൂടെ ഞാൻ വിനീതമായി നിങ്ങളെ ഓർപ്പിക്കുന്നു. എന്തുകൊണ്ടാണ് നാം ദൈവത്തിന്റെ വചനം പഠിക്കേണ്ടത്? ഒന്നാമത്തെ ഉത്തരം റോമാലേഖനം 6-ാം അധ്യായത്തിന്റെ 17-18 വാക്യങ്ങൾ കിടപ്പുണ്ട്. ആരെങ്കിലും ഒരാൾ നിങ്ങളുടെ മൈക്ക് ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് ആ വാക്യം നമുക്കൊന്ന് വായിച്ചു കേൾക്കുകയും നമുക്കതിന്റെ വിശദീകരണങ്ങളിലേക്ക് വരികയും ചെയ്യാം. എന്തുകൊണ്ടാണ് ദൈവം പഠിക്കേണ്ടത് എന്നതാണ് ചോദ്യം. അതിൽ ഞാൻ പറഞ്ഞ ഒന്നാമത്തെ റെഫറൻസ് റോമാലേഖനം 6-ാം അധ്യായം 17-18 വാക്യങ്ങൾ. ഒന്ന് വായിക്കാമോ? എന്നാൽ നിങ്ങൾ പാപത്തിന്റെ ദാസന്മാർ ആയിരുന്നുവെങ്കിലും നിങ്ങളെ പഠിപ്പിച്ച ഉപദേശ രൂപത്തെ ഹൃദയപൂർവം അനുസരിച്ച് പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം ലഭിച്ച് നീതിക്ക് ദാസന്മാരായി തീർന്നത് കൊണ്ട് ദൈവത്തിന് സ്തോത്രം. മതി. എന്തുകൊണ്ടാണ് നാം ദൈവത്തിന്റെ വചനം പഠിക്കേണ്ടത്? പൗലോസ് ഇവിടെ പറയുന്ന ശ്രദ്ധേയമായ ഒരു കാര്യം, പ്രത്യേകിച്ച് റോമലേഖനത്തെ നമ്മൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നത് കൊണ്ട് തന്നെ, അതിലെ പ്രധാനപ്പെട്ട ആശയം പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് തന്നെ, ഈ റോമാലേഖനം 6-ാം അധ്യായം പൗലോസ് പഠിപ്പിക്കുന്നത് എങ്ങനെയാണ് നമുക്കൊരു വിശുദ്ധ ജീവിതം ചെയ്യാൻ പറ്റുന്നത് എന്നാണ് റോമർ 6 പൗലോസ് പഠിപ്പിച്ചു വരുന്നത്. ഈ 6-ാം അധ്യായം പഠിപ്പിച്ചു വരുമ്പോ വിശുദ്ധ ജീവിതം ചെയ്യാൻ കഴിയുന്നത് എങ്ങനെ എന്ന് ചോദിച്ചു വരുന്ന ചോദ്യത്തിന്റെ ഒടുവിലേക്ക് പൗലോസ് വരുമ്പോ അവിടെ പറയുന്ന ഒരു പരാമർശമാണ്, നിങ്ങളെ പഠിപ്പിച്ച ഉപദേശ രൂപം അഥവാ നിങ്ങളെ പഠിപ്പിച്ച ഡോക്ട്രിനെ ഞങ്ങൾ പഠിപ്പിച്ചപ്പോൾ നിങ്ങൾ അതിനെ ഹൃദയപൂർവം ഉള്ളു തുറന്ന് നിങ്ങൾ അതിനെ കേൾക്കുകയും സ്വീകരിക്കുകയും ചെയ്തതുകൊണ്ട് നിങ്ങൾ പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യത്തിലേക്ക് വന്നു. കേട്ടെ, വേദപുസ്തകത്തിൽ അറിവുകൾ തരുന്ന ധാരാളം കാര്യങ്ങളുണ്ട്. എത്രയോ കഥകൾ, അറിവുകൾ തരുന്ന എത്രയോ സംഭവങ്ങൾ. പക്ഷേ വേദപുസ്തകം പഠനമെന്ന് നാം ഉദ്ദേശിക്കുന്നത് ഇപ്പോ ലാസറിന്റെ കഥ ഓർക്കുകയല്ല, രൂത്തിന്റെ കഥ ഓർക്കുകയല്ല. അത് പല ക്യാരക്ടർ സ്റ്റഡീസായി നമുക്ക് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഒക്കെ കാണാം. പക്ഷെ ഉപദേശം പഠിക്കുമ്പോൾ മാത്രമാണ് ഒരു മനുഷ്യനെ പാപത്തിൽ നിന്ന് പുറത്തു വരാൻ ഒരുവനെ പ്രാപ്തനാക്കുകയുള്ളൂ. അപ്പോ എന്തുകൊണ്ട് ദൈവത്തിന്റെ വചനം പഠിക്കണം? ഒന്ന്, ദൈവത്തിന്റെ വചനത്തിന്റെ പഠനമാണ് ഒരു മനുഷ്യനെ പാപത്തിൽ നിന്ന് പുറത്തു വരാൻ സഹായിക്കുന്നത്. ആ വാക്ക് കണ്ടോ? നിങ്ങളെ പഠിപ്പിച്ച ഉപദേശത്തെ, ഡോക്ട്രിനെ നിങ്ങൾ ഹൃദയപൂർവ്വം അനുസരിച്ചതുകൊണ്ട്, നിങ്ങൾ അനുസരിച്ചതുകൊണ്ട് തന്നെ അനുസരണത്തിന്റെ വിടുതൽ നിങ്ങളിൽ സംഭവിച്ചു. കേൾക്കണേ, പലപ്പോഴും നമ്മളെത്തിയിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ പ്രസംഗകരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് മാർക്കറ്റിന്റെ നിലയനുസരിച്ച് സെയിൽ ചെയ്യാനാണ് ഒത്തിരി പേർക്ക് ഇഷ്ടം. മാർക്കറ്റിലെ ഡിമാൻഡ് എന്താണോ ആ ഡിമാൻഡ് അനുസരിച്ച് ഒരു കാര്യത്തെ കൊടുക്കാനാണ് മാർക്കറ്റിന് താല്പര്യം. ഇതുപോലെ ജനം ആഗ്രഹിക്കുന്നതിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി പ്രഭാഷകർ വെമ്പൽ കൊള്ളുമ്പോൾ പല വൈകാരിക തലങ്ങളെയും മാത്രം സ്പർശിക്കുന്നതായി പല പ്രസംഗങ്ങളും മാറുമ്പോൾ വേദപുസ്തക ഉപദേശത്തെ പഠിക്കുന്നവർക്ക് മാത്രമേ അതിൽ നിന്ന് ഒരു സ്വാതന്ത്ര്യം പ്രാപിക്കാൻ കഴിയുള്ളൂ. അപ്പം പാപത്തിന്മേൽ ജയം നമുക്ക് വേണമെങ്കിൽ നമ്മൾ എന്തു ചെയ്യണം? ദൈവത്തിന്റെ വചനത്തെ പഠിക്കേണ്ട വിധം പഠിക്കണം. ക്ലിയർ ആവുന്നുണ്ടല്ലോ? അപ്പം എന്തുകൊണ്ടാണ് നാം ദൈവത്തിന്റെ വചനം പഠിക്കേണ്ടത്? ഒന്നാമത്തെ ഉത്തരം, ദൈവവചനം ഒരു മനുഷ്യനെ പാപത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ പ്രാപ്തിയുള്ളതാണ്. അപ്പം നമ്മൾ പഠിക്കുക മാത്രമല്ല, ഈ പഠിക്കുന്നതിനെ നമ്മൾ സ്വീകരിക്കുമ്പോൾ മാത്രമാണ് അത് നമുക്ക് ഗുണമായി വരുള്ളൂ. ഇതിനോട് ചേർത്ത് ഒരു ഭാഗം കൂടെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. എബ്രായ ലേഖനം 4, എബ്രായ ലേഖനം 3-ാം അധ്യായത്തിൽ ഒരു ചരിത്ര സംഭവത്തെയാണ് പൗലോസ് വിശദമാക്കുന്നത്. ഇസ്രായേൽ ജനത്തിന് അവരുടെ മരുഭൂമിയിൽ സംഭവിച്ച പതനത്തെയും വീഴ്ചയെയും എബ്രായർ 3-ൽ വിശദമാക്കിയിരിക്കുക. എന്നിട്ട്
4-ാം അധ്യായത്തിലേക്ക് വന്നിട്ട് 2-ാം വാക്യത്തിൽ പൗലൂസ് പറയുന്നൊരു വാക്കുണ്ട്. എങ്കിലും കേട്ടവരിൽ വിശ്വാസമായി പരിണമിക്കായിക കൊണ്ട് കേട്ട വചനം അവർക്ക് ഉപകാരമായി വന്നില്ല. അവർ കേട്ടു, കേൾവി അനുസരണമായി വരാത്തത് കൊണ്ട് അതവർക്ക് ഉപകാരമായില്ലെന്ന്, പ്രയോജനപ്പെട്ടില്ലെന്ന്. അല്ലെ? ശ്രദ്ധിച്ചേ, നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ പല്ലിനുള്ളതുണ്ട്, എല്ലിനുള്ളതുണ്ട്, മുടിക്കുള്ളതുണ്ട്, കാഴ്ചക്കുള്ളതുണ്ട്, ആരോഗ്യത്തിനു വേണ്ടിയുള്ളതെല്ലാം ഉണ്ട്. ഈ കഴിക്കുന്നത് ആഹാരമായിട്ടല്ല ഇവിടെ ചെല്ലുന്നേ, ആണോ? അല്ല, കഴിക്കുന്ന ആഹാരത്തിൽ നിന്ന് വേണ്ടുന്നത് ശരീരത്തിൽ എടുക്കുമ്പോഴാണ് എനർജിയായി, വളർച്ചയായി, കാഴ്ചയായി നമ്മുടെ ശരീരത്തിൽ പ്രകടമാകുന്നത്. അപ്പം കേൾക്കുന്നത് പോലെ ഇരുന്നാൽ ഒരു പ്രയോജനവും ഇല്ല. ഉദാഹരണത്തിന് ഒരു വിത്ത് നമ്മുടെ കയ്യിൽ കിട്ടി. ഈ വിത്തായിരിക്കുന്നിടത്തോളം കാലം അതുകൊണ്ടുള്ള പ്രയോജനം നടക്കുകയില്ല. നല്ല മാമ്പഴത്തിന്റെ ഒരു വിത്ത് നമുക്ക് കിട്ടിയാലും ആ വിത്ത് കിട്ടി എന്നതുകൊണ്ട് മാമ്പഴം ഉണ്ടാകുകയില്ല. ആ വിത്ത് നിലത്ത് കുഴിച്ചിട്ട് അത് വളർന്നു വരുമ്പോഴാണ് അത് ഫലം ഉണ്ടാകുന്നത്. ഇതുപോലെ നമ്മൾ എന്തെങ്കിലും കേട്ടത് കൊണ്ടൊന്നും എവിടെയും ഒരു സ്വാതന്ത്ര്യമൊന്നും ഉണ്ടാകുകയില്ല. നാം കേൾക്കുന്നതിനെ ഉള്ളുകൊണ്ട് സ്വീകരിക്കുകയും അനുസരിക്കുകയും ചെയ്യുമ്പോൾ അതിന് വിടുതലുകൾ ഉണ്ടാകുന്നു. അപ്പം വിമോചനത്തിന്റെ ശക്തിയാണ് ദൈവവചനം. ആ വിമോചനത്തിന്റെ ശക്തിയെ അതേ നിലയിൽ പഠിക്കുമ്പോൾ മാത്രമാണ് അത് പ്രയോജനപ്പെടുന്നത്. അപ്പോൾ എന്തുകൊണ്ട് ദൈവവചനം പഠിക്കണം? ഒന്നാമത്തെ ഉത്തരം ഞാൻ നൽകുന്നു. ദൈവത്തിന്റെ വചനം ഒരു മനുഷ്യനെ പാപത്തിന് സ്വതന്ത്രമാക്കാൻ ശക്തിയുള്ളതാണ്. അല്ലെ? ഇതൊരു എൻലൈറ്റ്മെന്റ് നമുക്ക് തരിക, ഒരു കാഴ്ച നമുക്ക് തരികയാ. എങ്ങനെ ഇതിൽ നിന്ന് സ്വതന്ത്രമാകാം എന്നൊരു ബോധ്യം നമുക്ക് തരികയാ. അതാണ് തിരുവെഴുത്തിന്റെ പ്രാധാന്യം. അപ്പൊ കേവലം അറിവ് വരുത്താൻ വേണ്ടിയല്ല ഈ പഠനം, സ്വാതന്ത്ര്യം വരാൻ വേണ്ടിയാവണം ഈ പഠനം. കേട്ടോ? കുറെ അറിവ് നേടുക, അതിനല്ല നമ്മൾ ഈ പഠിക്കുന്നത്. ഈ അറിവുകൾക്കപ്പുറത്ത് ദൈവത്തിന്റെ വചനം നാം കേൾക്കുമ്പോൾ അത് നിമിത്തമുള്ള വിടുതലുകൾ നമ്മൾ ഉണ്ടാവണം. ഓക്കെ, ഞാൻ 2-ാമത്തെ ആശയത്തിലേക്ക് പോകുന്നു. അപ്പൊ എന്തുകൊണ്ടാണ് ദൈവനം പഠിക്കേണ്ടത്? ഞാൻ ആവർത്തിക്കുന്ന ക്ലാസ് ആയതുകൊണ്ടാണ്. എന്തുകൊണ്ടാണ് ദൈവനം പഠിക്കേണ്ടത്? ഒന്ന്, നാം പാപത്തിന് സ്വാതന്ത്ര്യം പ്രാപിക്കാൻ ഉപദേശങ്ങളെ പഠിക്കണം, അർത്ഥാൽ തിരുവെഴുത്തിനെ പഠിക്കണം. ഓക്കെ. 2, ദൈവത്തിന്റെ വചനം പഠിക്കേണ്ടത് 2-ാമത്തെ ആവശ്യം റോമാലേഖനം 2-ാം അധ്യായം അതിന്റെ 18 പൗലോസ് വിശദമാക്കിയിട്ടുണ്ട്. ഞാൻ ആ വാക്യം പറഞ്ഞു പോകാം കേട്ടോ. റോമാലേഖനം 2-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യം. നിങ്ങളുടെ ബൈബിൾ ഉണ്ടെങ്കിൽ അത് ചെക്ക് ചെയ്യാം. ന്യായപ്രമാണത്തിൽ ആശ്രയിച്ചും ദൈവത്തിൽ പ്രശംസിച്ചും ന്യായപ്രമാണത്തിൽ നിന്ന് പഠിക്കാൻ അവന്റെ ഇഷ്ടമറിഞ്ഞും. ഓക്കെ, പല കാര്യങ്ങൾ കിടപ്പുണ്ട്, എങ്കിലും ഈ ഒരു ഭാഗം മാത്രം ഞാൻ എടുക്കുന്നുള്ളൂ. അതിന്റെ താഴേക്ക് വരുമ്പോൾ സത്യത്തിന്റെ പരിജ്ഞാനം കിട്ടേണ്ടതിനൊക്കെ കുറെ കാര്യങ്ങൾ കിടപ്പുണ്ട്. പക്ഷെ അതിൽ എസൻഷ്യലായ ഒരു കാര്യം ഞാൻ മാത്രം ഞാൻ എടുക്കാം. എന്തുകൊണ്ട് നാം ദൈവത്തിന്റെ വചനം പഠിക്കണം? 2-ാമത്തെ ഉത്തരം മറ്റൊന്നല്ല, ദൈവത്തിന്റെ ഇഷ്ടമറിയാൻ. കേട്ടോ? 1, പാപത്തിന് സ്വാതന്ത്ര്യം പ്രാപിക്കാൻ. 2, ദൈവത്തിന്റെ ഇഷ്ടമറിയാൻ. നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കുന്ന തിരുവെഴുത്ത് അത് വായിക്കുകയും അതിലെ ദൈവത്തിന്റെ ആഗ്രഹം എന്താന്ന് നമ്മൾ ഒന്ന് മനസ്സിലാക്കുകയും ചെയ്യണം. അല്ലെ? പ്രാർത്ഥന പലപ്പോഴും നമ്മുടെ ഇഷ്ടങ്ങൾ ദൈവത്തോട് പറയുന്നതാ. പക്ഷെ തിരുവെഴുത്തിനെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിന് തൻ്റെ ഇഷ്ടം നമ്മളോട് പറയാനുള്ള ഒന്നാണ് നമുക്ക് നൽകിയിരിക്കുന്ന ഈ തിരുവെഴുത്ത്. അത് മനസ്സിരുത്തി വായിക്കുകയും മനസ്സിലാക്കി പഠിക്കുകയും ചെയ്താൽ ദൈവം എന്താഗ്രഹിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാകുക തന്നെ ചെയ്യും. ഞാൻ നിങ്ങളോട് ചെറിയ കാര്യം കൂടെ ഞാൻ പറയട്ടെ. പലപ്പോഴും സൊസൈറ്റി പഠിപ്പിച്ച ആത്മീകതയാണ് ശരിയായ ആത്മീകത എന്ന് നമ്മൾ പലപ്പോഴും ധരിച്ചു വെക്കാറുണ്ട്. ഒരു പടി കൂടെ കടന്നു പറയാം, വേദപുസ്തകം പഠിപ്പിക്കുന്ന ആത്മീയതയോളം വരില്ല.
മറ്റാര് നമ്മളെ പഠിപ്പിച്ചാലും. അല്ലെ? ദൈവത്തിന്റെ വചനത്തിന്റെ ബോധ്യങ്ങളിൽ മുമ്പോട്ട് പോകുമ്പോഴാണ് ദൈവത്തിന്റെ ഇഷ്ടം എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ചെറിയ ഒരു ഉദാഹരണത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുപോവാം. യേശു കർത്താവിന്റെ പഠിപ്പിക്കലിന്റെ സമയത്ത് യഹൂദന്മാരുടെ മതവും മതാചാരങ്ങളും നിലനിന്നിരുന്നു. യഹൂദന്റെ മതവും മതാചാരങ്ങളും നിലനിന്നിരുന്നു. ആ കൂട്ടത്തില് തങ്ങളെ തന്നെ സെപ്പറേറ്റഡ് എന്ന് വിളിച്ചിരുന്ന പരീശന്മാർ. പരീശൻ എന്ന വാക്കിന്റെ അർത്ഥം വേർതിരിക്കപ്പെട്ടവൻ എന്നാണ്. സെപ്പറേറ്റഡ് വൺ. അവര് പലരും അവരുടേതായ ഒരു ആത്മീയത ചെയ്തിരുന്നു കേട്ടോ. അതിലെ ഒരു കൂട്ടം പരീശന്മാരെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ബ്ലൈൻഡ് ഫാരിസീസ് എന്ന് പറഞ്ഞാൽ സ്ത്രീകളെ നോക്കാതിരിക്കേണ്ടതിന് മുഖം മൂടിക്കെട്ടി നടന്നിരുന്നവർ പോലും ആ കൂട്ടത്തിലുണ്ടായിരുന്നു. അങ്ങനെ പോലും ഒരു തെറ്റ് ചെയ്യേണ്ടെന്ന് കരുതി, അല്ലെ? ഉപവാസം മറന്നവർക്ക് നടുവിൽ ആഴ്ചയിൽ 2 വട്ടം ഉപവസിച്ചവരും ആ കൂട്ടത്തിലുണ്ടായിരുന്നു. വസ്ത്രങ്ങൾ വ്യത്യസ്തമായി അണിഞ്ഞ് അവരെ കണ്ടാൽ ഒരു സോഷ്യൽ ഐഡന്റിറ്റി കീപ്പ് ചെയ്തിരുന്ന ഒരു ജനസമൂഹം. പക്ഷെ കർത്താവ് അവരുടെ കാലത്തും കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട്. അവരങ്ങനെ ചെയ്യുന്നു. പക്ഷെ ഞാൻ നിങ്ങളോട് പറയുന്ന അതല്ല. പള്ളികളിലും തെരുക്കോണുകളിൽ നിന്ന് പ്രാർത്ഥിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒത്തിരി പേരുണ്ട്. പക്ഷെ എന്റെ ഇഷ്ടം അതല്ല. മനുഷ്യർക്ക് വിളങ്ങേണ്ടതിന് കൊടുക്കുന്നവരുണ്ട്. പക്ഷെ എന്റെ ഇഷ്ടം അതല്ല. നിങ്ങൾ ശ്രദ്ധിച്ചോ ഞാൻ പറഞ്ഞ വാക്യങ്ങള്? അല്ലെ? അപ്പൊ സൊസൈറ്റി പഠിപ്പിച്ച ഒരു സ്പിരിച്വാലിറ്റിക്ക് അപ്പുറത്ത് ദൈവം നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്ന ഒരു ആത്മീയത എന്താണെന്ന് മനസ്സിലാക്കണം. ഞാൻ പറഞ്ഞ വാക്കുകൾ മാത്രം ഒന്ന് നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരുന്നു. മാത്യു ചാപ്റ്റർ 6 വേഴ്സ് 1. മനുഷ്യർ കാണേണ്ടതിന് നിങ്ങളുടെ നീതിയെ അവിടെ ചെയ്യാതിരിപ്പി സൂക്ഷിപ്പീൻ. ആർക്കെന്തെങ്കിലും കൊടുക്കുന്നെങ്കിൽ 10 പേരെ വിളിച്ചു കൂട്ടിയിട്ട് കൊടുക്കുകയുള്ളായിരുന്നു. കാരണം ഞാൻ കൊടുക്കുന്ന ആളാന്ന് 10 പേരെ അറിയണം, അല്ലേ? ഇന്നും ഈ മതഭക്തി കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന ഒത്തിരി പേര് നമ്മുടെ നടുവിലുണ്ട്. ഞാൻ കൊടുക്കുന്നത് 10 പേര് അറിയണം, അല്ലേ? ഇനി നോക്കിക്കേ, അതിന്റെ 2-ാം വാക്യത്തിൽ ഒരിക്കലും ഭിക്ഷ കൊടുക്കുമ്പോൾ മനുഷ്യരാ മാനം കിട്ടണം. കർത്താവ് താഴോട്ട് പറയും, ഇതല്ല ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നത്. നിങ്ങൾ എന്തെങ്കിലും ചെയ്യുമ്പോ നിന്റെ ഭിക്ഷ രഹസ്യത്തിലായിരിക്കണം. വലങ്കൈ ചെയ്യുന്നത് എന്താന്ന് ഇടങ്കൈ അറിയരുത്. അത്രയും രഹസ്യപ്രകൃതമുള്ള ഒന്നാവണം നീ മറ്റൊരാൾക്ക് കൊടുക്കുന്നത്. 6-5 പ്രയർ. സൊസൈറ്റി പഠിപ്പിച്ചത് പബ്ലിക് പ്രയർ, നിന്നെ ഒരു പ്രാർത്ഥനക്കാരനായി എല്ലാവരും അറിയണം. കർത്താവ് പറഞ്ഞത് വേണ്ട. 6-16 ഉപവസിക്കുമ്പോൾ ഉപവാസം എന്ന് 10 പേര് അറിയണം. കർത്താവ് പറഞ്ഞു അങ്ങനെ വേണ്ട. അപ്പൊ ഞാൻ പറഞ്ഞത്, ഈ സൊസൈറ്റി പഠിപ്പിക്കുന്ന പലതും അതുപോലെ പിൻപറ്റുവാൻ ഒത്തിരി പേരുള്ളപ്പോ കർത്താവ് നമ്മളോട് പറയുന്ന ഒരു കാര്യം, എന്റെ ഇഷ്ടം എന്നതാണെന്ന് നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഈ തിരുവെഴുത്തിനെ അതിന്റെ നിലയിൽ പഠിക്കണം. ക്ലിയർ ആവുന്നുണ്ടോ? അപ്പൊ എന്തുകൊണ്ട് നാം ദൈവത്തിന്റെ വചനം പഠിക്കണം? 2 കാര്യം പറഞ്ഞത്. 1, ഇത് പാപത്തിൽ നമ്മെ സ്വതന്ത്രരാക്കുന്നതാണ് ദൈവത്തിന്റെ വചനം. 2, ദൈവത്തിന്റെ ഇഷ്ടം അറിയുക എന്നതാണ് ദൈവവചന പഠനം കൊണ്ടുണ്ടാകുന്ന 2ാമത്തെ പ്രയോജനം. ക്ലിയർ ആണല്ലോ? ആവർത്തിക്കണ്ടല്ലോ? ക്ലിയർ ആണോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം. ഞാൻ ഈ പോയിന്റ് പറഞ്ഞ ശേഷം ഒന്നുകൂടെ ആവർത്തിക്കാം. ഈ ആവർത്തിക്കുന്ന മറ്റൊന്നിനു വേണ്ടിയല്ല, നിങ്ങളുടെ അകത്ത് ഇത് പതിയണം എന്നൊരാഗ്രഹം ഉള്ളത് കൊണ്ടാണ്. 3, 2 തിമോത്തിയോസിന്റെ ലേഖനം 3-ാം അധ്യായം 14-ാമത്തെ വാക്യം. 2 Timothy chapter 3 verse 14. Book of 2 Timothy chapter 3 verse 14. ആ വാക്യം നമ്മളൊന്ന് വായിച്ചു കേൾക്കുകയാണ്. വായിക്കാം.
ആരെങ്കിലും ഒരാൾ വായിച്ചോളൂ. 2 തിമോത്തിയോസ് 3:14. മൈക്ക് നീയോ ഇന്നവരോട് പഠിച്ചു എന്ന് വായിക്കണേ. നീയോ ഇന്നവരോട് പഠിച്ചു എന്ന് ഓർക്കുകയും ക്രിസ്തുവേശുവിലുള്ള വിശ്വാസത്താൽ നിന്നെ രക്ഷയ്ക്ക് ജ്ഞാനിയാക്കുവാൻ മതിയായ തിരുവഴുത്തുകളെ ബാല്യം മുതൽ അറിയുകയും ചെയ്യുന്നതുകൊണ്ട്. മൂന്നാമത്തെ ബോധ്യം, എന്തുകൊണ്ട് ദൈവത്തിന്റെ വചനം പഠിക്കണം? മൂന്നാമത്തെ ചിന്ത പൗലോസ് പറയുന്നത്, ദൈവത്തിന്റെ വചനം ഒരു മനുഷ്യന് രക്ഷയുടെ അറിവ് നൽകുന്നു. രക്ഷയ്ക്ക് ഒരുവനെ ജ്ഞാനമുള്ളവനാക്കും. അപ്പൊ കർത്താവിന്റെ വചനം എന്തുകൊണ്ട് പഠിക്കണം എന്നത് പൗലോസ് തിമോത്തിയോസിനോടുള്ള ഉപദേശത്തിൽ പറയുകയാണ്. നീ നന്നേ ചെറുപ്പത്തിൽ തന്നെ ദൈവത്തിന്റെ വചനം പഠിച്ചയാളാ. ആ വചനത്തിന്റെ പ്രാധാന്യം നിനക്കറിയാമോ? അത് നിന്നെ രക്ഷയ്ക്ക് ജ്ഞാനിയാക്കുന്ന ദൈവത്തിന്റെ വചനമാണ്. രക്ഷയുടെ ബോധ്യം തരുന്ന, രക്ഷയുടെ അറിവ് തരുന്നതാണ് ദൈവം നമുക്ക് തന്ന ദൈവത്തിന്റെ വചനം. ഇത് നന്നേ ചെറുപ്പത്തിൽ തന്നെ പഠിക്കാൻ ഒരവസരം തിമോത്തിയോസിന് കിട്ടിയിരുന്നു. പൗലോസ് എൻകറേജ് ചെയ്യുക, അല്ലേ? നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ പൗലോസ് വായന, പഠനം എന്നിവയ്ക്ക് നൽകിയ വലിയ പ്രാധാന്യം നമ്മൾ കാണാതെ പോകരുത്. മരിക്കാൻ സമയം അടുത്തിരിക്കുമ്പോഴും അടങ്ങാത്ത ആഗ്രഹം നല്ലൊരു ആഹാരം കഴിക്കണം എന്നുള്ളതല്ല. പൗലോസിന് അറിയാം, ഇനി ഒത്തിരി കാലം ഭൂമിയിലില്ല. ഒത്തിരി കാലം ഭൂമിയിൽ ഇല്ലെന്നറിയാവുന്ന പൗലോസ് മരണത്തോട് അടുത്ത സമയത്ത് ഒരു നല്ല ആഹാരം കഴിക്കാനുള്ള കൊതിയല്ല വെളിപ്പെടുത്തിയത്. തനിക്കൊറ്റ ആഗ്രഹമുണ്ട്. ഞാന് ജാമ്യത്തിൽ ഇറങ്ങിയപ്പോൾ, അല്ലെങ്കിൽ എന്നെ പുറത്തു വിട്ടപ്പോൾ, ഞാൻ കൊണ്ടുപോയ എൻ്റെ പുസ്തകങ്ങളുണ്ട്, ചർമ്മലിഖിതങ്ങളുണ്ട്, പുതപ്പുണ്ട്. അത് പെട്ടെന്ന് എന്നെ അറസ്റ്റ് ചെയ്ത് പിടിച്ചോണ്ട് വന്നപ്പം എനിക്ക് എടുക്കാൻ പറ്റിയില്ല. അത് കർപ്പോസിന്റെ പക്കൽ ഇരിക്കുക. മരിക്കാൻ ഒരുങ്ങുമ്പോഴും അടങ്ങാത്ത ആഗ്രഹം, എനിക്ക് വായിക്കണം, എനിക്ക് പഠിക്കണം. ആ വലിയ മനുഷ്യനെ നമുക്കൊന്ന് പരിചയപ്പെടാൻ പറ്റുമോ? നിർഭാഗ്യവശാൽ ഈ ആഗ്രഹം നിറവേറ്റാൻ വേണ്ടി തിമോത്തിയോസ് കർപ്പോസിന്റെ പക്കൽ നിന്ന് ഈ പുസ്തകങ്ങളും ചർമ്മലിഖിതവും പുതപ്പുമായി വന്നപ്പോഴത്തേക്ക് പൗലോസ് ഒരു രക്തസാക്ഷിയായി മാറി. കൊണ്ടുവന്ന പുസ്തകം കൊടുക്കാൻ ആളില്ല. അടങ്ങാത്ത ആഗ്രഹം അകത്തുണ്ടായി. പൗലോസ് അതുകൊണ്ട് അവർക്ക് തിമോത്തിയോസിന് എഴുതുമ്പോ വ്യക്തമായി എഴുതുന്നൊരു കാര്യമുണ്ട്. ഞാൻ വരുവോളം നീ വായനയിൽ ഉറ്റിരിക്കണം, പഠനം നിനക്ക് നിർബന്ധമാവണം, അല്ലെ? ആ ബോധ്യമുള്ള മനുഷ്യൻ തന്നെ കൊണ്ട് നൽകാൻ പറ്റുന്ന വെളിപ്പാടുകൾ നൽകിയപ്പോൾ ആ തിമോത്തിയോസിനോട് പറയുക, നീ തിരുവെഴുത്തിനെ പഠിക്കുന്ന പഠനം നിർത്തരുത്. അത് നിന്നെ രക്ഷയുടെ ജ്ഞാനത്തിലേക്ക് കൊണ്ടുപോകും, രക്ഷയുടെ ആവശ്യകതയിലേക്ക് നിന്നെ കൊണ്ടുവരുവാൻ ശക്തമാണ് ദൈവത്തിന്റെ വചനം. അതെ പ്രിയപ്പെട്ടവരെ, നമുക്ക് രക്ഷ എന്ന് പറയുന്ന ആ നിലയുടെ ആദ്യ സ്റ്റേജിൽ നമ്മൾ എത്തി, അല്ലെ? വി ഹാവ് സേവ്ഡ്, നാം രക്ഷിക്കപ്പെട്ടു. വി ആർ ബീയിങ് സേവ്ഡ്, രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. വി വിൽ ബി സേവ്ഡ്, നാം രക്ഷിക്കപ്പെടും. നമുക്ക് റോമലേഖനം പഠിക്കുമ്പോൾ കൂടുതലായി മനസ്സിലാക്കേണ്ടി വരുന്നു. നമ്മുടെ ആത്മരക്ഷ സാധ്യമായി. ഇന്ന് ഈ ഭൂമിയിൽ ദൈവം നമ്മെ ആക്കി വെച്ചിരിക്കുന്നത് വിശുദ്ധമായ ഒരു ജീവിതം നയിച്ചുകൊണ്ട് കർത്താവിന്റെ വരവെങ്കിൽ നമ്മുടെ ദേഹത്തിന് ലഭിക്കേണ്ട രക്ഷയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് നമ്മൾ, കേട്ടോ. രക്ഷയുടെ ത്രികാല അനുഭവങ്ങളെ നാം വിലയിരുത്തുമ്പോൾ, വി ആർ സേവ്ഡ് എന്ന വാക്കിനപ്പുറത്ത് വി ആർ ബീയിങ് സേവ്ഡ്, രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നവരാണ് നാം എന്നൊരു ബോധ്യം നമുക്കുണ്ടാകുമെങ്കിൽ, നാം ദൈവത്തിന്റെ വചനം പഠിക്കുമ്പോഴാണ് ഈ രക്ഷയെക്കുറിച്ചുള്ള ബോധ്യവും രക്ഷയ്ക്ക് വേണ്ടി ഒരുങ്ങേണ്ടതിന്റെ ആവശ്യകതയും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഈ തിരുവെഴുത്ത് പഠിക്കുമ്പോഴാണ്. അപ്പൊ എന്തുകൊണ്ട് ദൈവം പഠിക്കണം? 3 കാര്യം പറഞ്ഞു. 1, പാപത്തിന് സ്വാതന്ത്ര്യം വരുത്താൻ ദൈവവചനം പഠിക്കണം. 2, ദൈവത്തിന്റെ ഇഷ്ടമറിയാൻ ദൈവത്തിന്റെ വചനം പഠിക്കണം. 3, രക്ഷയ്ക്ക് ജ്ഞാനമാക്കുന്ന അഥവാ രക്ഷയിലേക്ക് ഒരു മനുഷ്യന് അറിവ് നൽകുന്നതാണ് ദൈവത്തിന്റെ വചനം. അത് നാം പഠിച്ചേ മതിയാകൂ. 4,
119 സങ്കീർത്തനത്തിന്റെ 42 വാക്യം കൂടെ നമുക്കൊന്ന് വായിക്കാം. 119 സങ്കീർത്തനത്തിന്റെ 42 വാക്യം ഒന്ന് വായിച്ചോളൂ. ആ വാക്യം: ഞാൻ നിന്റെ വചനത്തിൽ ആശ്രയിക്കുന്നത് കൊണ്ട് എന്നെ നിന്ദിക്കുന്നവനോട് ഉത്തരം പറയുവാൻ ഞാൻ പ്രാപ്തനാകും. മതി കേട്ടെ, വല്ലാത്തൊരു കാലത്താണ് നമ്മൾ എത്തിയിരിക്കുന്നത്. മാധ്യമങ്ങൾ ശക്തമായൊരു കാലം, ആർക്കും ദൈവനിഷേധം നടത്താൻ പറ്റുന്ന ഒരു കാലം, ആത്മീയതയുടെ വ്യക്തത കുറവുള്ള കാലഘട്ടത്തിൽ ഇളക്കാൻ ഒത്തിരി പേരുണ്ടപ്പോ ആ ഇളക്കുന്നവരുടെ മുമ്പിൽ വായടച്ച് നിൽക്കാനല്ല ദൈവം നമ്മെ വിളിച്ചത്. ദൈവത്തിന്റെ വചനത്തിന്റെ പഠനം നമ്മെ പ്രാപ്തരാക്കുവാൻ ശക്തിയുള്ളതാ. കേട്ടോ, എന്തുകൊണ്ടാണ് ആത്മീയത, എന്താണ് ആത്മീയത, എന്തിനു വേണ്ടിയാണ് ആത്മീയത എന്ന ചോദ്യം നമുക്ക് മുമ്പിൽ ചോദിക്കുമ്പോൾ നമുക്ക് ഉത്തരം നൽകാൻ കഴിയണമെങ്കിൽ തിരുവെഴുത്തിനെ നാം മനസ്സിലാക്കിയേ മതിയാകുള്ളൂ. കേട്ടോ, ആരിൽ നിന്നോ കേട്ട അറിവുകൾ അവരിലേക്ക് പങ്കുവെക്കുക എന്നതിന്റെ അപ്പുറത്ത് വ്യക്തമാർന്ന നിലയിൽ നമുക്കൊരാളോട് നമ്മുടെ വിശ്വാസത്തെക്കുറിച്ചും നമ്മുടെ ആത്മീയതയെക്കുറിച്ചും പറയാൻ നമ്മെ പ്രാപ്തരാക്കുന്നതിൽ ദൈവത്തിന്റെ വചനത്തിന്റെ പഠനത്തിന് വലിയ പങ്കുണ്ട്. കേവലം സഭാഹോളിൽ കേൾക്കുന്ന പ്രഭാഷണങ്ങൾക്കപ്പുറത്ത് ആത്മീയതയ്ക്ക് ശക്തി നൽകാൻ കഴിയുന്ന ദൈവത്തിന്റെ വചനത്തെ പഠിക്കാനും മനസ്സിലാക്കാനും നമുക്ക് പലപ്പോഴും കഴിയാതെ പോകുന്നത് കൊണ്ട് നമ്മെ നിന്ദിക്കുന്ന പലരുടെയും മുമ്പിൽ നാം നിന്ദിതരായി മാറുന്നു. അല്ല, തലയെടുപ്പോടെ നിന്ന് ഉത്തരം പറയാൻ പ്രാപ്തി നൽകുന്ന തിരുവെഴുത്തിനെ എന്തുകൊണ്ട് പഠിക്കാൻ നമുക്ക് താല്പര്യമില്ലാതെ പോയി? കേട്ടോ, എന്തുകൊണ്ടെന്നുള്ള ചോദ്യത്തിന് ഉത്തരം നൽകാൻ പരിശുദ്ധാത്മാവ് നമ്മെ പ്രാപ്തരാക്കുമെന്ന് നാം വിശ്വസിച്ചു കൊണ്ടിരിക്കെ തന്നെ വേദപുസ്തകത്തിന്റെ പഠനത്തിലേക്ക് വരണം എന്ന ഒരു ദൈവത്തിന്റെ നിയോഗത്തെ പോലും നമ്മൾ ചെറുതായി കാണുന്നത് എന്തുകൊണ്ടാ? നമ്മുടെ കുഞ്ഞുങ്ങൾ ആത്മീയതയുടെ പാഠങ്ങൾ ചോദിക്കുമ്പോൾ അവർക്ക് പകർന്നു കൊടുക്കാൻ നമുക്ക് എന്താ നമ്മുടെ കൈവശമുള്ളത്? കഥകളല്ല ഇവിടെ ആവശ്യം, ബോധ്യങ്ങളാണ് ഇവിടെ ആവശ്യം. കേട്ടോ, ക്ലാരിറ്റി നമുക്കുണ്ടാകണം നമ്മുടെ വിശ്വാസത്തെക്കുറിച്ച്, നമ്മുടെ ആത്മീയതയെക്കുറിച്ചുള്ള വ്യക്തമായ ഉത്തരം കൊടുക്കാൻ നമുക്ക് കഴിയണം തിരുവെഴുത്തിലൂടെ. അതിനെ ദൈവത്തിന് വചനം പഠിച്ചേ മതിയാകും. അപ്പൊ ദൈവത്തിന്റെ വചനം എന്നെ എനേബിൾ ചെയ്യുന്നു എന്നതാ പറഞ്ഞത്, എന്നെ പ്രാപ്തനാക്കുന്നു. എന്തിനു വേണ്ടി? എന്നെ നിന്ദിക്കുന്നവരോട് ഉത്തരം പറയാൻ. ഞാൻ നിങ്ങളുടെ സ്നേഹത്തോടൊരു കാര്യം പറയട്ടെ, നമ്മൾ പ്രഖ്യാപിക്കുന്ന സുവിശേഷം, നാം പിൻപറ്റുന്ന ആത്മീയത നമ്മുടെ വ്യക്തിത്വത്തെ തരം താഴ്ത്തുന്നതല്ലെന്ന് നമുക്കൊരു ബോധ്യം വേണം. സുവിശേഷം കേൾക്കുമ്പോൾ, സുവിശേഷം അനുസരിക്കുമ്പോൾ, സുവിശേഷത്തിനൊത്തോളം ജീവിക്കുമ്പോൾ ഒരു വ്യക്തിയുടെ അഭിമാനം മണ്ണോട് ചേരാൻ ഇടവരില്ല. വ്യക്തി മൂല്യങ്ങളെ വളർത്താൻ കഴിയുന്ന സുവിശേഷ സന്ദേശത്തെ നാം വിശ്വസിക്കുകയും അത് പഠിപ്പിക്കുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ അതിൽ അഭിമാനിക്കണം. മറ്റുള്ളവരെ കൊല്ലാൻ പഠിപ്പിക്കുന്ന മാർഗമല്ല വേദപുസ്തകത്തിന്റെ സുവിശേഷ മാർഗം, സ്നേഹിക്കാൻ പഠിപ്പിക്കുന്നതാണ്. വിശക്കുന്നവന്റെ വിശപ്പ് കണ്ടുകൊണ്ട് ആനന്ദിക്കാൻ നമ്മെ പഠിപ്പിക്കുന്നതല്ല, വിശക്കുന്നവന്റെ വിശപ്പ് കണ്ടുകൊണ്ട് നമ്മെ അവരെ സഹായിക്കാൻ പഠിപ്പിക്കുന്നതാണ് ബിബ്ലിക്കൽ സ്പിരിച്വാലിറ്റി, പുതിയ നിയമ ആത്മീയത. അല്ലേ? ശത്രു മുടിയണേ എന്നുള്ള പ്രാർത്ഥന നിർത്തി അവൻ അനുഗ്രഹിക്കപ്പെടണം എന്നുള്ള ശബ്ദമുയർത്തുന്നതല്ലേ പ്രാർത്ഥന, നമ്മുടെ ആത്മീയത. അപ്പൊ ഇതിൽ നമ്മൾ തല താഴ്ത്തൊന്നും വേണ്ട. അഭിമാനത്തോടെ പറയാൻ, 100 വട്ടം പറയാൻ രക്ഷയുടെ വലിപ്പത്തെക്കുറിച്ചും ആത്മീയതയുടെ ബോധ്യങ്ങളെക്കുറിച്ചും എനിക്ക് നിങ്ങൾക്ക് ഒരു അറിവുണ്ടാകണമെങ്കിൽ ഈ തിരുവെഴുത്ത് അറിയേണ്ടതുപോലെ അറിയാൻ നമുക്ക് ഇടവരണം. 4 കാര്യം പറഞ്ഞു. പാപത്തുള്ള സ്വാതന്ത്ര്യം, 2 ദൈവത്തിന് ഇഷ്ടം, 3 രക്ഷയ്ക്ക് പ്രാപ്തമാക്കുന്നതാണ് ദൈവത്തിന്റെ വചനം, 4 തിരുവെഴുത്ത് എന്നെ എനേബിൾ ചെയ്യുന്നു. എന്തിനു വേണ്ടി? എന്നെ നിന്ദിക്കുന്നവരുടെ ഉത്തരം പറയാൻ. കേൾക്കുന്നുണ്ടോ? അപ്പൊ നമ്മൾ പഠിക്കുന്ന ബോധ്യത്തെക്കുറിച്ച് നമുക്കൊരു വ്യക്തത ഉണ്ടാകുകയും, എന്താണെന്ന് ചോദിക്കുമ്പോൾ അറിയില്ല എന്ന് പറയാനല്ല, എന്താണെന്ന് ചോദിക്കുമ്പോൾ ഇതാണെന്ന് പറയാൻ
നാം പ്രാപ്തരായി മാറണം. കേൾക്കുന്നുണ്ടോ? ക്ലിയർ ആണല്ലോ? അഞ്ചാമതൊരു കാര്യം കൂടെ പറയാം, എന്തുകൊണ്ട് ദൈവത്തിന്റെ വചനം പഠിക്കണം. ആ വാക്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ കൊണ്ടുവരുന്നു. 119 സങ്കീർത്തനമാണ്. അതിന്റെ 104 വാക്യം കൂടെ നമുക്കൊന്ന് ചിന്തിക്കാം. 119 സങ്കീർത്തനം 104 വാക്യം കൂടെ. നിന്റെ പ്രമാണങ്ങളാൽ ഞാൻ വിവേകമുള്ളവനാകുന്നു, അതുകൊണ്ട് ഞാൻ സകല വ്യാജമാർഗവും വെറുക്കുന്നു. ഓക്കെ, എന്താ ഇതിന്റെ അർത്ഥം? നിന്റെ വചനത്താൽ എനിക്ക് വിവേകം വരുന്നു. ആ വചനത്താൽ എനിക്ക് കിട്ടിയ വിവേകം, എനിക്ക് കിട്ടിയ തിരിച്ചറിവ് വ്യാജമാർഗങ്ങളിൽ നിന്ന് അകറ്റി നിർത്താൻ എന്നെ പ്രാപ്തനാക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരൊറ്റ വാക്ക് അതിനെ ഇങ്ങനെ കൊടുത്താലോ? ദൈവത്തിന്റെ വചനം എന്നെ വേർപെട്ട് ജീവിക്കാൻ പഠിപ്പിക്കുന്നു. അല്ലെ? ദൈവത്തിന്റെ വചനം എന്നെ വേർപെട്ട് ജീവിക്കാൻ പഠിപ്പിക്കുന്നു. എന്തിൽ നിന്ന്? സകല വ്യാജമാർഗത്തിൽ നിന്ന്, ഫേക്കായ പലതിൽ നിന്നും, തിന്മയായ പലതിൽ നിന്നും, അനീതിയായ പലതിൽ നിന്നും എന്നെ വേറിട്ട് നിൽക്കാൻ പ്രാപ്തമാക്കുന്നത് ദൈവത്തിന്റെ വചനമാണ്. പ്രൈസ് ദി ലോർഡ്. പൗലോസ് ഈ പ്രാക്ടിക്കൽ ലൈഫിനെ കുറിച്ച്, അഥവാ ക്രിസ്ത്യൻ ലൈഫിനെ കുറിച്ച് ഡീറ്റെയിൽ ആയി വിശദമാക്കിയിരിക്കുന്ന പുസ്തകങ്ങളിലൊന്ന് എഫേസ്യ ലേഖനം. നിങ്ങൾ പിന്നീട് ചിന്തിച്ചാൽ അറിയാം, നടക്കുക എന്നൊരു പ്രയോഗം പൗലോസ് ആവർത്തിച്ച് അവിടെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ നടപ്പ് എന്ന വാക്ക് പൗലോസ് ഈ എഫേസ്യ ലേഖനത്തിൽ പല പ്രാവശ്യം ഉപയോഗിച്ചിട്ടുണ്ട്. ഓക്കെ, എന്തുകൊണ്ടാവാം? കാരണം ചിന്തിച്ചിട്ടുണ്ടോ? കാരണം പറയാം, കേക്കെ. പുരാതന നഗരങ്ങളിലെ ശ്രദ്ധേയമായ ഒരു നഗരമായിരുന്നു എഫെസോസ്. അഴിഞ്ഞാടി ജീവിക്കാൻ അവകാശമുള്ളൊരു നഗരം. അർത്തമീസിന് വേണ്ടി ദേവദാസി സമ്പ്രദായം നിലനിന്നിരുന്ന കാലം. ദൈവത്തിന്റെ പ്രസാദത്തിന് വേണ്ടി സ്വന്തം ശരീരത്തെ തിന്മയ്ക്ക് വേണ്ടി ഏൽപ്പിച്ചൊരു കാലം. ഇത് മുഴുവൻ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ഒരു ജനതയായിരുന്നു എഫെസോസിലുള്ളത്. അപ്പം സ്വതന്ത്രമായ സമൂഹത്തിൽ പലരും നടത്തി വന്നത് ഇതാണല്ലോ എന്നറിയുമ്പോൾ പൗലോസ് അവർക്ക് എഴുതിയ എഴുത്താണ് എഫേസ്യ ലേഖനം. അതിൽ അവർ വ്യക്തമായിട്ട് ഓർപ്പിക്കുക, നിങ്ങൾ മറ്റുള്ളവരെ പോലെ നടക്കരുത്, അല്ലെ? അപ്പം ഈ എഫെസോസിലെ ദൈവത്തിന്റെ ജനം ഈ തിരുവെഴുത്ത് അവർക്ക് കിട്ടിയപ്പോൾ അവർക്ക് മനസ്സിലായി, ആത്മീയത എന്ന് പറയുന്നത് ഞങ്ങൾക്ക് തോന്നിയതുപോലെ ജീവിക്കാനുള്ളതല്ല. ഇത് അഴിച്ചുവിട്ട ജീവിതമല്ല, ഇതൊരു ക്രമമുള്ള ജീവിതമാണ്, ഇതൊരു ക്രമീകരണമുള്ള ജീവിതമാണ്, അല്ലെ? ആത്മീയത എന്തും ചെയ്യാനുള്ള ലൈസൻസ് അല്ല. ആത്മീയത ദൈവത്തിന്റെ വെളിച്ചത്തിൽ ജീവിക്കാനുള്ള ഒരു അനുവാദമാണ് ആത്മീയത. അപ്പൊ ഇവിടെ 119 സങ്കീർത്തനം ദൈവത്തിന് വലിയ പ്രാധാന്യം കൊടുക്കുന്ന ഒരു സങ്കീർത്തനമാണ്. അതുകൊണ്ട് ഞാനിതിനെ വചന സങ്കീർത്തനം എന്നാ വിളിക്കുന്നത്. 119 സങ്കീർത്തനം. ഞാന് വ്യാജമായ പലതിനെയും വെറുക്കാൻ, അതിനെ അകറ്റി നിന്നുകൊണ്ട് സത്യത്തിലേക്ക് വരാൻ എന്നെ പ്രാപ്തമാക്കുന്നത് കർത്താവിന്റെ വചനമാണ്. ആ പഠനത്തിനാവണം ഈ ദിവസങ്ങളിൽ നിങ്ങൾ നാന്ദി കുറിക്കുന്നത്. കേൾക്കുന്നല്ലോ? സഭാഹോളിൽ 10 മിനിറ്റ് പ്രഭാഷണം നടത്താനുള്ള അറിവിന് വേണ്ടി അല്ല നമ്മൾ ഈ ക്ലാസ് എടുക്കുന്നത്, പഠിക്കേണ്ടുന്നതും. മറിച്ച് എൻ്റെ ആത്മീയത്തെ കരുത്തുള്ളതാക്കുന്നത്, എൻ്റെ ആത്മീയത്തെ വിശുദ്ധമാക്കുന്നത്, എൻ്റെ ആത്മീയത്തെ വളർച്ചയുള്ളതാക്കി മാറ്റുന്നത്, എൻ്റെ ആത്മീയ ജീവിതത്തെ വ്യക്തതയുള്ളതാക്കി മാറ്റുന്നത് ഈ ദൈവത്തിന്റെ വചന പഠനമാവണം. ഞാൻ ഈ പറഞ്ഞ 5 കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ? വൈ വി ഷുഡ് ലേൺ സ്ക്രിപ്ചർ. ഞാനതാണ് ഈ വാക്യങ്ങൾ 5 എണ്ണത്തിലൂടെ ക്ലിയർ ആക്കിയത്. ക്ലിയർ ആണോ? ഞാൻ മുമ്പോട്ട് പോട്ടെ.
മുമ്പോട്ട് പോട്ടെ. ഓക്കെ, ഞാൻ ഇനി ഒത്തിരി ഡീറ്റെയിൽ ആയ ഭാഗങ്ങളിലേക്ക് പോകുന്നതിന് പകരം ഞാൻ ഈ പുതിയ നിയമത്തിന്റെ പഴയ നിയമത്തിന്റെ ഒരു ഡിവിഷൻ കൂടെ ഒന്ന് പറഞ്ഞിട്ട് അടുത്ത ദിവസങ്ങൾ നമുക്കതിന് ഡീറ്റെയിൽ ആയ ക്ലാസ്സിലേക്ക് വരാം. കാരണം നമ്മൾ ഈ കൈകാര്യം ചെയ്യുന്ന തിരുവെഴുത്തിനെ ഒന്ന് മനസ്സിലാക്കണം. അതുകൊണ്ട് ഇന്ന് ഞാൻ പുതിയ നിയമത്തിന്റെ പറയുന്നുള്ളൂ, രണ്ടും കൂടെ പറഞ്ഞാൽ കൺഫ്യൂഷൻ ആകും. അതുകൊണ്ട് ഞാൻ പിന്നീട് ഒരിക്കൽ പഴയ നിയമത്തിന്റെ ഭാഗത്തെ ഞാൻ പറയാം. പുതിയ നിയമം കൂടെ പറയാനുള്ള സമയമേ എന്റെ മുമ്പിലുള്ളൂ. അതുകൊണ്ട് പുതിയ നിയമത്തിന്റെ വിഭജനത്തെ ഞാനൊന്ന് പറഞ്ഞു പോകാം. നമ്മുടെ പുതിയ നിയമത്തിലെ 27 അനുഗ്രഹീത എഴുത്തുകളുണ്ട് അല്ലേ? മത്തായി മുതൽ വെളിപ്പാട് പുസ്തകം വരെയുള്ള അനുഗ്രഹീതമായ 27 പുസ്തകം. ഈ 27 പുസ്തകങ്ങൾ എന്താണ് എന്ന് ഒന്ന് ചെറുതായി മനസ്സിലാക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇതൊന്ന് നോട്ട് ഡൗൺ ചെയ്യേണ്ടവർക്ക് നോട്ട് ഡൗൺ ചെയ്യും. ഇൻഫർമേഷൻ ഒക്കെ നമുക്ക് ധാരാളം ലഭിക്കുമെങ്കിലും ഒരു ക്ലാസ്സിൽ നിന്ന് കിട്ടുന്നതിനെ ആ ക്ലാസിന്റെ പ്രാധാന്യത്തോടെ കാണാൻ കൂടെ നിങ്ങൾ ശ്രമിക്കുമല്ലോ. നമ്മൾ പുതിയ നിയമത്തെ സാധാരണ നിലയിൽ അതിൻ്റെ കണ്ടന്റ് വെച്ച്, അതിൻ്റെ ഉള്ളടക്കങ്ങളുടെ അടിസ്ഥാനത്തിൽ പുതിയ നിയമത്തെ 4ആയി തിരിച്ചാണ് നമ്മൾ പഠിക്കാൻ താല്പര്യപ്പെടുന്നത്. പൊതുവെ പഠിച്ചു വരുന്നത് 4ആയിട്ടാണ്. ഒന്നാമത്തെ ഭാഗം സുവിശേഷങ്ങൾ. പുതിയ നിയമത്തിലെ ആദ്യ ഭാഗം എന്ന് പറയുന്നത് സുവിശേഷങ്ങൾ. മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ. ഈ 4 സുവിശേഷങ്ങളെ പുതിയ നിയമത്തിന്റെ ആദ്യ ഭാഗത്ത് നമുക്ക് കാണാം. അപ്പൊ പുതിയ നിയമത്തിന്റെ ആദ്യത്തെ വിഭജനം ഏതാ? ആദ്യത്തെ 4 പുസ്തകങ്ങളായ മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ എന്നീ എഴുത്തുകളെ വിളിക്കുന്നത് പുതിയ നിയമത്തിന്റെ ആദ്യത്തെ ഭാഗമായി സുവിശേഷ ഗ്രന്ഥങ്ങൾ എന്ന പേരിലാണ്. സുവിശേഷ ഗ്രന്ഥങ്ങൾ. ഈ സുവിശേഷ ഗ്രന്ഥം എന്ന് പറഞ്ഞാൽ മറ്റൊന്നല്ല, യേശുവിന്റെ ജനനം മുതൽ യേശുവിന്റെ പുനരുത്ഥാനം വരെയുള്ള സംഭവങ്ങളുടെ വിശദീകരണമാണ് സുവിശേഷ ഗ്രന്ഥങ്ങളിൽ കാണുന്നത്. ആദ്യത്തെ 4 ബുക്കിനെ അറിയപ്പെടുന്നത് സുവിശേഷ ഗ്രന്ഥങ്ങൾ എന്ന പേരിലാണ്. മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ. ഇതിന്റെ കണ്ടന്റ് എന്താ? ദ ബർത്ത്, മിനിസ്ട്രി, ഡെത്ത് ആൻഡ് റെസറക്ഷൻ ഓഫ് ജീസസ്. യേശുവിന്റെ ജനന, അല്ലെ, ശുശ്രൂഷ, മരണ, പുനരുത്ഥാനങ്ങളാണ് സുവിശേഷ ഗ്രന്ഥങ്ങളിലെ ഉള്ളടക്കം. അപ്പം നമ്മൾ പുതിയ നിയമത്തെ മനസ്സിലാക്കുമ്പോൾ സുവിശേഷങ്ങൾ എന്ന പേരിൽ നമുക്ക് കിട്ടിയിരിക്കുന്നത് ഈ 4 എഴുത്തുകളാണ് കേട്ടോ. മറക്കരുത്, ഇത് വേദപുസ്തകം പഠിപ്പിക്കുമ്പോഴുള്ള ഒരു അടിസ്ഥാന ഇൻഫർമേഷൻ ആകയാൽ ഞാൻ നിങ്ങൾക്കത് കൈമാറുന്നു. ആദ്യത്തെ 4 പുസ്തകങ്ങൾ സുവിശേഷ ഗ്രന്ഥം. പുതിയ നിയമത്തിലെ അടുത്ത ഭാഗമാണ് ചരിത്ര പുസ്തകം. ചരിത്ര പുസ്തകം എന്നറിയുന്ന ഒറ്റ പുസ്തകമുള്ളൂ, അത് അപ്പോസ്തല പ്രവർത്തികളാണ്. There is only one historical book in New Testament that is called Acts of Apostles. അപ്പൊ പുതിയ നിയമത്തിലെ ചരിത്ര ഗ്രന്ഥം എന്നൊരു വാക്ക് നിങ്ങൾ കേൾക്കുമ്പോൾ അകത്തേക്ക് വരണം. അത് മറ്റൊന്നല്ല, അത് പ്രവർത്തികളുടെ പുസ്തകമാണ്. എന്താ പ്രവർത്തികളുടെ പുസ്തകത്തെ കണ്ടന്റ്? യേശു ചെയ്തത് യേശുവിനെ കൊണ്ട് തീർന്നില്ല. യേശു ചെയ്തത് തൻ്റെ ശിഷ്യന്മാരിലൂടെ തുടരുന്നു. അതാണ് പ്രവർത്തികളുടെ സന്ദേശം. ഒന്നുകൂടി ഞാൻ പറയട്ടെ, യേശു തുടങ്ങിയത് യേശുവിനെ കൊണ്ട് തീർന്നില്ല, തൻ്റെ ശിഷ്യന്മാരിലൂടെ അത് തുടരുന്നു. ഇതാണ് പുതിയ നിയമത്തിലെ ചരിത്ര ഗ്രന്ഥത്തിന്റെ സന്ദേശം. എന്താ പുതിയ നിയമത്തിലെ ചരിത്ര സന്ദേശം? ചരിത്ര ഗ്രന്ഥത്തിന്റെ സന്ദേശം യേശു തുടങ്ങിയത് യേശുവിനെ കൊണ്ട് തീർന്നില്ല. യേശു സ്വർഗാരോഹണം ചെയ്തോടുകൂടെ, അല്ലെങ്കിൽ യേശുവിന്റെ മരണത്തോടുകൂടെ, യേശുവിന്റെ പുനരുത്ഥാനത്തോടുകൂടെ എല്ലാം തീർന്നു എന്നല്ല. യേശു തുടങ്ങിയത് ഇന്നും തുടരുന്നു. അപ്പം പുതിയ നിയമത്തിലെ ചരിത്ര ഗ്രന്ഥം എന്നറിയപ്പെടുന്നത് ഏതാണ്? അപ്പോസ്തല പ്രവൃത്തി. എവിടെയെങ്കിലും പുതിയ നിയമത്തിലെ ചരിത്ര ഗ്രന്ഥം എന്നൊരു വാക്ക് കേൾക്കുമ്പോൾ ഓടി വരേണ്ടത് മറ്റൊന്നല്ല, ഓടി വരണം അപ്പോസ്തല പ്രവൃത്തിയാണ് പുതിയ നിയമത്തിലെ ചരിത്ര ഗ്രന്ഥം. അപ്പൊ ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കുന്നു,
സുവിശേഷത്തിലെ പുതിയ നിയമത്തിലെ ആദ്യത്തെ 4 ഗ്രന്ഥങ്ങളെ മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ എന്നീ ഈ ഗ്രന്ഥങ്ങളെ സുവിശേഷ ഗ്രന്ഥങ്ങൾ എന്ന പേര് വിളിക്കുന്നു. രണ്ടാമത്തേതാണ് ചരിത്ര ഗ്രന്ഥങ്ങൾ. ചരിത്ര ഗ്രന്ഥങ്ങളിലെ കണ്ടന്റ് യേശുക്രിസ്തു തുടങ്ങിയത് തന്റെ ശിഷ്യന്മാരിലൂടെ തുടരുന്നു, അല്ലെ? എത്രയോ സഭകൾ സ്ഥാപിക്കപ്പെടുന്നു, എത്രയോ ഇടങ്ങളിലേക്ക് സുവിശേഷം പരക്കുന്നു. അതിന്റെ ചരിത്ര രേഖയാണ് പ്രവർത്തികളുടെ പുസ്തകം. അപ്പൊ നോക്കിക്കേ, സുവിശേഷ ഗ്രന്ഥങ്ങളിൽ യേശുവിന്റെ ജീവിതമാണ്. പ്രവർത്തികളുടെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ യേശുവിനെ പ്രസംഗിക്കുകയാണ് ചെയ്യുന്നത്. ഇനി വരുന്നു റോമർ മുതൽ യൂത വരെയുള്ള 21 ലേഖനങ്ങൾ. റോമർ മുതൽ യൂത വരെയുള്ള 21 ലേഖനങ്ങൾ. അപ്പൊ ലേഖനങ്ങൾ എന്ന് നാം വിവക്ഷിക്കുന്നത് റോമ ലേഖനം മുതൽ യൂത വരെയുള്ള 21 ലേഖനങ്ങൾ, മനോഹരമായ 21 ലേഖനങ്ങൾ. ഓക്കെ, ഇനി ശ്രദ്ധിച്ചേട്ടെ. ഒത്തിരി കൺഫ്യൂഷൻ തോന്നേണ്ട, വളരെ ഈസിയായ ഒരു കാര്യം പറയുന്നത്, ഈ 21 ലേഖനങ്ങളെ നമ്മൾ 2ആയിട്ട് വിഭജിച്ചാൽ, ഒന്ന് പോളൈൻ ലെറ്റേഴ്സ്, പൗലോസ് ലേഖനം. പൗലോസ് ലേഖനം 14 എഴുത്തുകൾ പൗലോസിന്റെ വകയാണ്. പോളൈൻ ലെറ്റേഴ്സ്. ലേഖനങ്ങളിൽ 21 ലേഖനം, 14 എഴുത്തുകൾ. റോമർ, 1 കൊരിന്ത്യർ, 2 കൊരിന്ത്യർ, ഗലാത്യർ, എഫേസ്യർ, ഫിലിപ്പിയർ, കൊലോസ്യർ, അല്ലെ? 1 തെസ്സലോനിക്കർ, 2 തെസ്സലോനിക്കർ, 1 തിമോത്തി, 2 തിമോത്തി, തീത്തോസ്, ഫിലേമോൻ, എബ്രായർ. ഇത്രയും എഴുത്തുകൾ പൗലോസിന്റെ വകയാണ്. പോളൈൻ ലെറ്റേഴ്സ് എന്നറിയപ്പെടുന്നു ലേഖനങ്ങളെ വിഭജിക്കുമ്പോൾ. 21 ലേഖനങ്ങളിൽ ആദ്യത്തെ 14 ലേഖനങ്ങൾ പൗലോസിൻ്റെതും ബാക്കി 7 എഴുത്തുകൾ. 7 എഴുത്തുകൾ ഓർക്കുന്നുണ്ടോ? യാക്കോബ്, 1 പത്രോസ്, 2 പത്രോസ്, 1 യോഹന്നാൻ, 2 യോഹന്നാൻ, 3 യോഹന്നാൻ, യൂദ എന്നീ എഴുത്തുകളെ ജനറൽ ലെറ്റേഴ്സ്, പൊതുലേഖനങ്ങൾ എന്നും വിളിക്കുന്നു. ഞാൻ ആവർത്തിക്കുന്നു, പുതിയ നിയമത്തിലെ 3-ാം വിഭാഗമായ ലേഖനങ്ങളെ 2ആയി വിഭജിച്ചാൽ അതിൽ ആദ്യത്തെ ഭാഗം പൗലോസിന്റെ എഴുത്തുകളാണ്, റോമർ മുതൽ എബ്രായർ വരെ. രണ്ടാമത്തേതാണ് ജനറൽ ലെറ്റേഴ്സ്, പൊതുലേഖനങ്ങൾ. ഈ വാക്കൊക്കെ നിങ്ങൾ എവിടെയെങ്കിലും പുസ്തകമൊക്കെ വായിക്കുമ്പോഴോ പ്രസംഗങ്ങളിലോ ഒക്കെ നമ്മൾ കേൾക്കുന്നതാ. അതിന് വ്യക്തത വരുത്താൻ വേണ്ടി ഒന്നുകൂടെ പറയുന്നതേ ഉള്ളൂ. പൊതുലേഖനങ്ങൾ എന്ന് പറഞ്ഞാൽ മറ്റൊന്നല്ല. പൊതുലേഖനങ്ങൾ എന്ന് പറഞ്ഞാൽ യാക്കോബ് മുതൽ യൂദ വരെയുള്ള എഴുത്തുകളാണ് ജനറൽ ലെറ്റേഴ്സ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഞാൻ ഒന്നുകൂടെ പറയാം, പുതിയ നിയമത്തിലെ ആദ്യത്തെ 4 പുസ്തകങ്ങളെ സുവിശേഷ ഗ്രന്ഥങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നു. അത് യേശുവിന്റെ ജനനം, ശുശ്രൂഷ, മരണം, പുനരുത്ഥാനം എന്നിവയുടെ ക്രോഡീകരണമാണ്. രണ്ടാമത്തെ ഭാഗം പുതിയ നിയമത്തിലെ ഏക ചരിത്ര ഗ്രന്ഥം, അത് അപ്പോസ്തല പ്രവൃത്തികളാണ്. യേശു തുടങ്ങിയതിനെ ശിഷ്യന്മാരിലൂടെ തുടരുന്നു എന്ന് നമ്മെ പഠിപ്പിക്കുന്നതാണ് പ്രവൃത്തികളുടെ പുസ്തകം. മൂന്നാമത്തേതാണ് ലേഖനങ്ങൾ. ലേഖനങ്ങൾ യേശുവിനെ വിശദീകരിക്കുകയാണ് ചെയ്യുന്നത്. എക്സ്പ്ലനേഷൻ അബൌട്ട് ദ പേഴ്സണാലിറ്റി ഓഫ് ജീസസ്. The personality and teaching of Jesus is explaining through the letters. പൗലോസ് എഴുതിയതോ അല്ലെങ്കിൽ പൊതുലേഖനങ്ങളിലൂടെയോ ഉള്ള എഴുത്തുകളുടെ കണ്ടന്റ് എന്ന് പറയുന്നത് യേശുക്രിസ്തുവിനെ വിശദീകരിക്കുകയാണ് ചെയ്യുന്നത്. ഹു ഈസ് ജീസസ്? പൗലോസും ഇതര എഴുത്തുകാരും ചെയ്യുന്നത് അതാണ്. ക്ലിയറായി ചിന്തിക്കൂ. ഞാൻ ആവശ്യമെങ്കിൽ ഒന്നുകൂടെ ആവർത്തിച്ചോളാം. പുതിയ നിയമത്തിലെ 4-ാമത്തെ വിഭാഗമാണ് പ്രൊഫറ്റിക്കൽ ബുക്ക്. അതും ഒറ്റ പുസ്തകമേ ഉള്ളൂ, വെളിപ്പാട് പുസ്തകം.
പുതിയ നിയമത്തെ 4 വിഭജിച്ചാൽ ഒന്നാമത്തേത് സുവിശേഷ ഗ്രന്ഥം, രണ്ടാമത്തേത് ചരിത്ര ഗ്രന്ഥം, മൂന്നാമത്തേത് ലേഖനങ്ങൾ, നാലാമത്തേത് പ്രവചന ഗ്രന്ഥം. പ്രവചന ഗ്രന്ഥം എന്നറിയപ്പെടുന്ന ഒറ്റ എടുത്തേ പുതിയ നിയമത്തിൽ നമുക്കുള്ളൂ, അത് വെളിപ്പാട് പുസ്തകമാണ്. ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ഏകദേശം ഒരു ധാരണയുണ്ടോ? മനസ്സിലാവുന്നുണ്ടോ? ഏകദേശം. ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറയാം, ഞാൻ ആവർത്തിക്കാം. പുതിയ നിയമത്തെ നമ്മൾ മനസ്സിലാക്കാൻ ഒരു അടിസ്ഥാന വിവരണം എന്ന നിലയിൽ ഞാൻ തരുന്നതേ ഉള്ളൂ. പുതിയ നിയമത്തെ നമ്മൾ എങ്ങനെ കാണുന്നു, പുതിയ നിയമത്തെ കാണേണ്ടത് ഏത് നിലയിലാണ് എന്ന് മാത്രമാണ് ഞാൻ നിങ്ങൾക്ക് ഈ സന്ധ്യകൾ ഒന്ന് ചെറുതായി തരുന്നത്. പുതിയ നിയമം മറ്റൊന്നല്ല, അത് ആദ്യത്തെ ഭാഗങ്ങളിൽ യേശുക്രിസ്തുവിന്റെ ജീവിതത്തെ കുറിച്ച് വിശദമാക്കിയിരിക്കുന്നതാണ്. ക്ലിയർ ആവുന്നുണ്ടോ? ഇതാണ് പുതിയ നിയമത്തിന്റെ ഏകദേശ വിഭജനം. ഇനി കുറച്ചുകൂടെ തരാനുണ്ടെങ്കിലും അതിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നില്ല. ഈ പൗലോസിന്റെ എഴുത്തുകൾ തന്നെ മനോഹരമായ വിഭജനങ്ങളിലേക്ക് പോകാൻ നമുക്ക് പറ്റും. പൗലോസിന്റെ എഴുത്തുകളെ നമ്മൾ ജസ്റ്റ് ഒന്ന് കേട്ടു നോക്കേ. പൗലോസിന്റെ എഴുത്തുകളെ നമ്മൾ വിളിക്കുന്നത് അതിന്റെ കണ്ടന്റ് വെച്ച് നോക്കുമ്പോ പൗലോസിന്റെ എഴുത്തുകൾ ആ ധന്യനായ മനുഷ്യനെ ഒന്ന് പരിചയപ്പെടുത്താൻ ശ്രമിക്കുക. എന്തെങ്കിലും എഴുതട്ടെന്നല്ല മനുഷ്യൻ ചിന്തിച്ചത്, തൻ്റെ എഴുതുന്ന കണ്ടന്റുകളെ കുറിച്ചുള്ള അവബോധം ആ മനുഷ്യൻ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പൗലോസ് എഴുതിയ ഈ 14 ലേഖനങ്ങളെ, റോമാലേഖനം നമ്മൾ പഠിക്കുന്ന റോമാലേഖനം, കൊരിന്ത്യ ലേഖനം, ഗലാത്യ ലേഖനം, എബ്രായ ലേഖനം, ആ ലേഖനങ്ങളിൽ പൗലോസ് കേന്ദ്രീകരിച്ചത് സുവിശേഷം എന്ന ആശയമായിരുന്നു. പൗലോസ് എഴുതിയ ഈ ലേഖനങ്ങളെ എന്താണ് താൻ എഴുതാൻ പോകുന്നൊരു ബോധ്യം ഉണ്ടായിരുന്നു. പൗലോസ് ഈ ഗ്രന്ഥങ്ങളെ ഏതൊക്കെയാ? റോമർ, 1 കൊരിന്ത്യർ, 2 കൊരിന്ത്യർ, ഗലാത്യർ, അതുപോലെ എബ്രായ ലേഖനം, ഈ ലേഖനങ്ങളെ പൗലോസ് എഴുതുമ്പോൾ പൗലോസിന് മനസ്സിലാക്കാൻ ഒരു ആഗ്രഹമുണ്ട്. വാട്ട് ഈസ് ഗോസ്പൽ? സുവിശേഷം എന്താണെന്ന് എഴുതാനാണ് പൗലോസ് ഈ എഴുത്തുകൾ ഉപയോഗിച്ചത്. ഓക്കെ, പൗലോസിന്റെ എഴുത്തുകളിൽ ആദ്യത്തെ ഭാഗത്തെ ഞാൻ ഒന്നുകൂടെ പറഞ്ഞത് മറ്റൊന്നിനു വേണ്ടിയല്ല, ഇതൊന്ന് മനസ്സിലാക്കൂ. ആ എഴുത്തുകാരന്റെ ആഗ്രഹം, എന്റെ വായനക്കാർ സുവിശേഷത്തെ അറിയണം. അതുകൊണ്ട് അദ്ദേഹം എഴുതി, സുവിശേഷം ഗ്രന്ഥങ്ങൾ ആയി ഞാൻ എഴുതിയിരിക്കുന്ന ഈ ഗ്രന്ഥങ്ങളെ കുറിച്ച് ജനം മനസ്സിലാക്കണം. അതിനെ ദൈവശാസ്ത്രപരമായി കൊടുത്തിരിക്കുന്ന ഒരു വാക്കിങ്ങുണ്ട്, രക്ഷാശാസ്ത്രപരമായ ലേഖനങ്ങൾ. രക്ഷയ്ക്ക് വളരെ പ്രാധാന്യം കൊടുത്തിരിക്കുന്ന ഗ്രന്ഥങ്ങളാണ് പൗലോസിൻ്റെത്. ഏതെന്നറിയാമോ? റോമർ, 1 കൊരിന്ത്യർ, 2 കൊരിന്ത്യർ, ഗലാത്യർ, എബ്രായർ. ഒന്നുകൂടെ പറയട്ടെ, റോമർ, 1 കൊരിന്ത്യർ, 2 കൊരിന്ത്യർ, ഗലാത്യർ, എബ്രായർ എന്നീ എഴുത്തുകളിൽ പൗലോസ് കൊടുത്തിരിക്കുന്ന എംഫസിസ് സാൽവേഷനാണ്, രക്ഷയ്ക്കാണ്, സുവിശേഷത്തിനാണ്. പ്രൈസ് ദി ലോർഡ്. പൗലോസ് വീണ്ടും തന്റെ ചിന്തകളെ ക്രോഡീകരിച്ചിട്ട് ഇങ്ങനെ പറയുക, ഞാൻ എഴുതിയ കാരാഗ്രഹ ലേഖനങ്ങളുണ്ട്, പ്രിസൺ ലെറ്റേഴ്സ് ഉണ്ട്. പൗലോസ് എഴുതിയ കാരാഗ്രഹ ലേഖനങ്ങൾ എന്നറിയപ്പെടുന്ന വിഭാഗമുണ്ട്. എഫേസ്യർ, ഫിലിപ്പ്യർ, കൊലോസ്യർ, ഫിലേമോൻ. എന്നോട് പറയുന്നു, എഫേസ്യർ, ഫിലിപ്പ്യർ, കൊലോസ്യർ, ഫിലേമോൻ. ഈ 4 എഴുത്തുകളും പൗലോസ് കാരാഗ്രഹത്തിൽ നിന്ന് എഴുതിയതാ. അതുകൊണ്ട് ആൾക്കാർ അതിനെ ഓമരപ്പേര് വിളിക്കുന്ന കാരാഗ്രഹ ലേഖനം എന്ന, ഇംഗ്ലീഷിൽ പ്രിസൺ ലെറ്റേഴ്സ് എന്ന വാക്കതിന് കൊടുക്കുന്നു. പ്രിസൺ ലെറ്റേഴ്സ്, കാരാഗ്രഹത്തിൽ നിന്ന് എഴുതി. എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു വാക്ക് ഞാൻ അതിനോട് ചേർത്ത് പറയാം. ഇന്ന് നമുക്കുള്ള സൗകര്യങ്ങളൊന്നും ഇല്ലാത്തൊരു കാലഘട്ടത്തിൽ താൻ നിമിത്തം കൃപയിലേക്ക് വന്നവരും ഏതെങ്കിലുമൊക്കെ കർത്താവിനെ അറിഞ്ഞവർ, അവർ ബലമുള്ളവരും ശക്തിയുള്ളവരും ആകണമെന്ന നിലയിൽ ആ മനുഷ്യനെടുത്ത റിസ്ക് ആണ് നമുക്ക് കിട്ടിയ എഴുത്തുകളായി പുറത്തു വന്നിരിക്കുന്നത്. അടച്ചിട്ട കാരാഗ്രഹത്തിന്റെ അകത്ത് ഈ മനുഷ്യൻ കിടക്കുമ്പോൾ കരഞ്ഞുകൊണ്ട് നാൾ തീർക്കാൻ ആ മനുഷ്യൻ താല്പര്യപ്പെട്ടില്ല. ആ മനുഷ്യൻ തീരുമാനിച്ചു, എനിക്കെന്റെ ബോധ്യങ്ങൾ ജനത്തിനു വേണ്ടി എഴുതണം. ക്ഷീണിച്ചു വലിയവർ ഉറപ്പിക്കപ്പെടണം, മടുത്തവർ മുമ്പോട്ട് പോകണം. നമ്മൾക്കൊക്കെ ഇന്ന് പേനയുണ്ട്, പേപ്പറുണ്ട്,
എഴുതിയാൽ തെളിയുന്ന കടലാസ് നമ്മുടെ മുമ്പിലുണ്ട്, അല്ലേ? ഫോണിലേക്കാണെങ്കിലും നമുക്ക് എന്തും എഴുതി വെക്കാം. പക്ഷെ ആ കാലത്ത് ഈ സൗകര്യങ്ങളില്ല. എഴുതിയാൽ തെളിയുന്ന പേപ്പറുകളില്ല. മഷിയിൽ മുക്കി എഴുതുന്നെന്ന ഒരു കാലം. മരത്തിന്റെ തൊലിയിൽ നിന്നുണ്ടാകുന്ന കറയിൽ തൂവലുകൾ മുക്കി എഴുതുന്നൊരു കാലം ഉണ്ടായിരുന്നു. ആ കാലഘട്ടത്തിലാണ് പൗലോസ് ഇതുപോലെ എഴുത്തെഴുതിയത് എന്ന് പറയുമ്പോൾ ഒന്ന് ചിന്തിച്ചു നോക്കുക. ആ മനുഷ്യന്റെ അടങ്ങാത്ത ആഗ്രഹം എന്തിനു വേണ്ടിയാ ചെയ്തേ? ഒരിക്കൽ പോലും പൗലോസ് ചിന്തിച്ചില്ല ഈ എഴുത്തുകൾ ഇങ്ങനെ ഒരു പുസ്തകം എന്ന നിലയിൽ ക്രോഡീകരിച്ചു വരുമെന്ന്. പൗലോസ് ഈ കൊരിന്ത്യർക്ക് എഴുതിയപ്പോൾ ഇങ്ങനെ പുസ്തകം നമ്മുടെ കയ്യിൽ വരുമെന്ന് പൗലോസിന് ചിന്തയില്ല. അകത്തെ ആത്മഭാരം ആ മനുഷ്യനെ കൊണ്ട് എഴുതിച്ചു. വിറയാർന്ന കൈകൾ, സ്വസ്ഥതയ്ക്ക് വേണ്ടി കൊതിക്കുന്ന ശരീരം. പക്ഷെ മനുഷ്യൻ പറഞ്ഞു, എനിക്ക് കിട്ടിയ ആയുസ് ഞാൻ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുത്തും. ആ തീവ്രത നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? വിശ്രമിക്കേണ്ട സമയത്ത് പോലും പൊരുതാനുള്ളൊരു വീര്യം ആ മനുഷ്യൻ ഉണ്ടായിരുന്നു. ആ പോരാട്ടത്തിന്റെ വീര്യമാണ് എഴുത്തുകളായി പുറത്തു വന്നത്, അല്ലെ? നമ്മളൊന്ന് ചോദിച്ചു നോക്കിയേ, എനിക്കുള്ള സ്വാതന്ത്ര്യവും എനിക്കുള്ള സൗകര്യവും ഞാൻ ഏത് നിലയിൽ കർത്താവിന് ഉപയോഗിക്കുന്നു? ഒരു സ്വാതന്ത്ര്യമില്ലാഞ്ഞിട്ടും ഒരു സൗകര്യമില്ലാഞ്ഞിട്ടും അവിടെ നിന്ന് പിറവിയെടുത്ത അനുഗ്രഹീത ലേഖനങ്ങൾക്ക് ആ മനുഷ്യന്റെ ഭാരത്തിന്റെ വലിപ്പത്തെ വെളിപ്പെടുത്താൻ ശക്തിയുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇവിടെയാണ് നാം എത്രത്തോളം നിരുത്തരവാദിത്വമായ സമീപനമാണ് ആത്മീകതയോട് പുലർത്തുന്നത് എന്ന ചോദ്യം നമുക്ക് ചോദിക്കാനുള്ളത്. എല്ലാ പരിമിതികളെയും അതിജീവിച്ചുകൊണ്ട് ആ മനുഷ്യൻ കാരാഗ്രഹത്തിൽ നിന്ന് എഴുതി. ആ എഴുത്തിന്റെ കണ്ടന്റ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ക്രിസ്റ്റോളജിക്കൽ ലെറ്റേഴ്സാ എന്ന് പറഞ്ഞ പൗലോസ് എഴുതിയ കാരാഗ്രഹ ലേഖനങ്ങളുടെ കണ്ടന്റ് യേശുക്രിസ്തുവിന്റെ വലിപ്പത്തെ കാണിക്കുക എന്നുള്ളതായിരുന്നു. The greatness of Jesus, the glory of Jesus, the power of Jesus. എൻ്റെ പുസ്തകങ്ങളിൽ താൻ താല്പര്യപ്പെട്ടത് യേശുവിന്റെ വലിപ്പം കാണിക്കുക എന്നുള്ളതായിരുന്നു. പിന്നീട് പൗലോസ് എഴുതി സഭകളെ നോക്കിയപ്പോൾ ഓർഡറായിട്ട് പോകണം സഭകൾ, കുത്തഴിഞ്ഞതാവരുത് സഭകൾ. പൗലോസ് സഭകൾക്ക് എഴുതി എക്ലീസിയാസ്റ്റിക്കൽ ലെറ്റേഴ്സ് എന്നറിയപ്പെടുന്ന 1, 2 തിമോത്തിയോസ്, തീത്തോസ് എന്നീ എഴുത്തുകൾ എഴുതിയിട്ട് പറഞ്ഞു, ഇത് സഭകളുടെ ഫംഗ്ഷന് വേണ്ടിയുള്ളതാ. അവിടെ കേന്ദ്രീകരിച്ചിരിക്കുന്ന സഭയുടെ ശുശ്രൂഷകളെ കുറിച്ചാണ്. തിമോത്തിയോസിന്റെ ലേഖനങ്ങളിലും തീത്തോസിന്റെ ലേഖനത്തിലും. വീണ്ടും പൗലോസിന്റെ ചിന്ത പോകുന്നു ഭാവിശാസ്ത്രപരമായ ചിന്തകളിലേക്ക്. പൗലോസ് തന്റെ ബോധ്യങ്ങളിൽ എഴുതി 1 തെസ്സലോനിക്കരും 2 തെസ്സലോനിക്കരും സഭയുടെ എസ്കറ്റോളജിക്കൽ ലെറ്റേഴ്സ് ഭാവിശാസ്ത്രപരമായ എഴുത്തുകളായി പുറത്തു വന്നു. ഞാനതിനെ പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് ഓടിച്ചു പറഞ്ഞു നിർത്താം. പൗലോസിന്റെ എഴുത്തുകളിൽ ആദ്യത്തെ സുവിശേഷ ഗ്രന്ഥങ്ങളാണ്, രണ്ടാമത്തേത് ക്രിസ്റ്റോളജിക്കൽ ഗ്രന്ഥങ്ങളാണ്. അവയെ കാരാഗ്രഹ ലേഖനങ്ങൾ വിളിക്കുന്നു. എഫേസ്യ, ഫിലിപ്പ്, കൊലോസ്യ, ഫിലേമോൻ എന്നീ കാരാഗ്രഹ ലേഖനങ്ങൾ. പിന്നീട് താൻ സഭയെ ശ്രദ്ധിച്ചു. സഭ കുത്തഴിഞ്ഞു പോകരുത്, അതിനൊരു ക്രമം വേണം, അതിന് നടത്തിപ്പുകാർക്കൊരു ക്രമം വേണം. പൗലോസ് എഴുതി 1 തിമോത്തിയോസ്, 2 തിമോത്തിയോസ്, തീത്തോസ് എന്നീ പുസ്തകങ്ങൾ എഴുതിയിട്ട് പറഞ്ഞു, ഇത് സഭയുടെ ഫംഗ്ഷനെ പഠിപ്പിക്കുന്നതാ. സഭയ്ക്കൊരു ഭാവിയുണ്ടല്ലേ? പൗലോസ് എഴുതി 1 തെസ്സലോനിക്കർ, 2 തെസ്സലോനിക്കർ. മറ്റൊന്നുമല്ല അവിടുത്തെ പ്രമേയം, യേശു മടങ്ങി വരും. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും മടങ്ങി വരും, അല്ലേ? ഇതാണ് പുതിയ നിയമത്തിന്റെ ഏകദേശ ഒരു ഔട്ട്ലൈനായി ഞാൻ പറഞ്ഞത്. ഞാൻ എൻ്റെ വാക്ക് നിർത്തുന്നു. നമ്മുടെ സമയം തീർന്നു, അല്ലെ? ടൈമായി. ഇതിൽ കൂടുതൽ സമയം എടുക്കാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. പ്രിയപ്പെട്ടവരെ, നമ്മൾ എന്തുകൊണ്ട് ദൈവത്തിന്റെ വചനം പഠിക്കണം? അത് നമ്മുടെ അകത്തെഴുതുക. എനിക്ക് ദൈവത്തിന്റെ വചനം പഠിക്കണം. കാരണം എനിക്ക് പാപത്തിന് സ്വാതന്ത്ര്യം പ്രാപിക്കുവാൻ ദൈവത്തിന് എന്നെ കരുത്തുള്ളതാക്കണം. ദൈവം അറിയുവാൻ എന്നെ സഹായിക്കുന്നതാണ്. രക്ഷയ്ക്ക് ജ്ഞാനിയാക്കുന്നതാണ് ദൈവത്തിന്റെ വചനം. വേറിട്ട് നിൽക്കാൻ പഠിപ്പിക്കുന്നതാണ് ദൈവത്തിന്റെ വചനം. മറ്റുള്ളവരുടെ നിന്ദിക്കുന്നവരെ തല താഴ്ത്താനല്ല, തല ഉയർത്തിപ്പിടിക്കാൻ എന്നെ പഠിപ്പിക്കുന്നതാണ് വേദപുസ്തകത്തിന്റെ പഠനം.
രണ്ടാമത്തെ ഭാഗത്തേക്ക് വന്നു. പുതിയ നിയമത്തിന്റെ അനുഗ്രഹീതമായ വിഭജനത്തെ 4 നിലയിൽ ഞാൻ പറഞ്ഞു. ഒന്ന്, ആദ്യത്തെ ഭാഗങ്ങളിൽ കാണുന്ന സുവിശേഷ ഗ്രന്ഥങ്ങൾ, യേശുവിന്റെ ജീവിതവും യേശുവിന്റെ ശുശ്രൂഷയും യേശുവിന്റെ മരണവും പുനരുത്ഥാനമാണ് അതിലെ കണ്ടന്റ്. പിന്നീട് വരുന്നു 21 നീണ്ട ലേഖനങ്ങൾ. ആ ലേഖനങ്ങളിൽ യേശുവിന്റെ പിന്നീട് വരുന്നു അപ്പൊ സഭയുടെ ഏക ചരിത്ര ഗ്രന്ഥമായ പ്രവർത്തികളുടെ പുസ്തകം. അത് യേശു തുടങ്ങിയതിന് ശിഷ്യന്മാർ തുടരുന്നു എന്ന് പഠിപ്പിക്കുക. ഇതേണ്ടി വരുന്നു പിന്നീട് നീണ്ട 21 എഴുത്തുകൾ. ആ എഴുത്തുകളിൽ കാണാൻ കഴിയുന്നത് യേശുവിനെ വിശദീകരിക്കുകയാണ്. പിന്നീട് വരുന്നു ഭാവി പ്രത്യാശ നിറഞ്ഞ വെളിപ്പാട് പുസ്തകം.